കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടിവിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ കൂടെ കുറെ കാര്യങ്ങൾ പുള്ളി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇഷ്ട കന്യകയെ ലഭിക്കാൻ എന്താണ് സാറേ ചെയ്യേണ്ടത്? അന്തം വിട്ടുപോയി ഞാനും. സത്യം, കന്യക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകത്വം നഷ്ടപ്പെടാത്തവളെന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ എന്താണ് മറുപടി പറയുക? പക്ഷെ എന്നാൽ ഇഷ്ട കന്യകയെ ലഭിക്കാനുള്ള യന്ത്രമുണ്ട്. അതാണ് നമ്മൾ സ്വയംവര പൂജന യന്ത്രം എന്നാ പറയുന്നത്. യന്ത്രങ്ങൾ സ്വയംവര യന്ത്രമുണ്ട്, സ്വയംവര പൂജന യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്. അത് നമ്മള് ഇഷ്ടപ്പെടുന്ന കന്യകയെ, ആ കന്യക എന്ന പദത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറെ അദ്ദേഹം എൻ്റെ അടുക്കൽ ടൈപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, കന്യകയായിരിക്കണം. ഇന്നത്തെ കാലത്ത് എനിക്ക് അധികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും കന്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കാത്തവൾ ആയിരിക്കുമല്ലോ അതിന്റെ അർത്ഥം. മിക്കവാറുമുള്ള കല്യാണപ്രായം തികഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിൽ ഒരു കന്യയ്ക്ക് ഒരു പുരുഷനെ കുറിച്ച് ആഗ്രഹം കാണും. പിന്നെ വരുന്നു വിവാഹ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തുവരണ്ടേ. ഒരു കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അവര് സാമ്പത്തികം, മറ്റു കാര്യങ്ങള്, അവരുടെ കുലമഹിമ, മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഇന്നൊരു വിവാഹം നടക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത് കാണുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ എപ്പിസോഡും കാണുന്നു പറഞ്ഞിരുന്നു എൻ്റെ അടുക്കൽ. അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കേണ്ട ഈ ഇഷ്ട കന്യ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത് പണ്ട് പഴയ പിന്നെ ആൾക്കാർ പറയും ഇത് കൂടെ ചക്കയാണോ തുറന്നു നോക്കാനെന്ന്. ചക്കയാണോ ഇത് തുറന്നു നോക്കാന്? ഒന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ സ്വഭാവം വെച്ചാൽ ഏറെക്കുറെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഗ്രഹനില ധനേ വേജ പാതാളെ, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിന്റെ രീതി എങ്ങനെയാണ്, ഒക്കെ ഗ്രഹനിലയും പ്രശ്നവും വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ വിലയേറിയ സംശയത്തിനുള്ള മറുപടി, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് കന്യകയായിരിക്കണമെന്നുള്ളേ. പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പഴയ കാലത്തെ പോലെ തന്നെ സീതയൊക്കെ അങ്ങനെ കാത്തു സൂക്ഷിച്ച ആളാണ് രാമായണത്തിലെ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു സ്വയംവര പൂജന യന്ത്രം. ആ സ്വയംവര പൂജന യന്ത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മന്ത്രത്തോടുകൂടി ആ യന്ത്രം പൂജിക്കുകയോ അല്ലെ യന്ത്ര പൂജ നടത്തുകയോ ചെയ്താൽ നിങ്ങൾ കാക്ഷിക്കുന്ന, നിങ്ങൾ ആകർഷിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടകന്യയെ കിട്ടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ആ സ്വയംവര പൂജന യന്ത്രമോ സ്വയംവര പൂജയോ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പരിധി വരെയൊക്കെ, ഇല്ലേ, ഒരുപാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു പരിധി വരെയൊക്കെ ഇഷ്ടകന്യകയെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സവമായ നന്ദി, കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.